മക്കളെ കീമില് പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് 2025 കീമിന്റെ ആയുഷ് കോഴ്സസ് എന്ന് പറയുമ്പോൾ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി, കോർപ്പറേഷൻ ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് കൺട്രോൾ, ബയോടെക്നോളജി, ഇത്രയും കോഴ്സുകളുടെ ഓപ്ഷൻ കൺഫർമേഷൻ ഇത് രണ്ടാമത്തെ റൗണ്ടിലാണ്. ഓൾറെഡി ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞിരുന്നു, ജോയിനിങ് ഒക്കെ നടന്നു. ഇപ്പൊ രണ്ടാമത്തെ റൗണ്ടിനുള്ള ഓപ്ഷൻ കൺഫർമേഷൻ ആണ്, സെക്കൻഡ് റൗണ്ടിന്റെ ഓപ്ഷൻ കൺഫർമേഷൻ ആണ്. അപ്പൊ അതിന്റെ പ്രൊസീജിയർ കൂടി ഓർമ്മിപ്പിക്കുന്നു. c.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറുക, നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക, കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ആദ്യ റൗണ്ടിൽ കൊടുത്ത ഓപ്ഷൻസ് അവിടെ കാണാം. ആ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ അഞ്ചാമത് കൊടുത്ത ഓപ്ഷനെ വേണമെങ്കിൽ ഒന്നാമത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നാലാമത് കൊടുത്ത ഓപ്ഷനെ ഏഴാമത് കൊണ്ടുപോകാം. അങ്ങനെ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് വേണ്ട അല്ലെങ്കിൽ കോളേജ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യണം, എങ്കിലാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുക. ഓക്കെ, അടുത്തത് അതിന് ബാക്കി നോക്കിയാൽ അറിയാം. ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട് ചെയ്ത അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയ ഒരു കുട്ടി നിലവിൽ ഒരു കോളേജിൽ ജോയിൻഡ് ആണ്. ആ കുട്ടിക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ കൺഫർമേഷൻ കൊടുത്താൽ മതി. നിങ്ങൾക്ക് കിട്ടിയ കോളേജ് അവിടെ ഉണ്ടാവും. നിങ്ങളൊരു ഹയർ ഓപ്ഷൻസ് ബാക്കി അവിടെ നിർത്തിയിട്ട് കൺഫേം ചെയ്യുകയാണെങ്കിൽ ആ കോളേജുകളിൽ എവിടെയെങ്കിലും സീറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് അങ്ങോട്ട് മാറാം. അങ്ങനെ കിട്ടിയാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് അങ്ങോട്ട് മാറിയാൽ മതി. അല്ലെങ്കിൽ ആ പഴയ സീറ്റ് അവിടെ ഉണ്ടാവും. ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെടില്ല. പകരം നിങ്ങൾക്ക് പുതിയൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടുന്ന് റിസൈൻ ചെയ്ത് അങ്ങോട്ട് പോവേണ്ടി വരിക. ഇനി പുതിയൊരു കോളേജ് കിട്ടിയിട്ട് പിന്നെ നമ്മൾ ആലോചിക്കുകയാണ് വേണ്ട എനിക്ക് പഴയ കോളേജ് മതി എന്ന് വിചാരിച്ചാൽ പുതിയതും കിട്ടൂല, പഴയതും കിട്ടൂല. നിങ്ങൾ അപ്ഗ്രേഡേഷന് വേണ്ടി ഹയർ ഓപ്ഷൻസ് വെച്ച് അത് കിട്ടിയാൽ നിർബന്ധമായിട്ടും മാറിയേ മതിയാവൂ, അത് ശ്രദ്ധിക്കുക. ഇനി ഫസ്റ്റ് റൗണ്ടിൽ ഓപ്ഷൻ ഒക്കെ വെച്ചിരുന്നു, കിട്ടിയില്ല, അങ്ങനെയുള്ള കുട്ടികൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്നാൽ ആദ്യ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് ഇവിടെ ഓപ്ഷൻ വെക്കാനുള്ളതില്ല, പുതിയ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി കൺഫർമേഷൻ എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്താലേ നിങ്ങളെ രണ്ടാമത്തെ റൗണ്ടിൽ പരിഗണിക്കൂ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു സീറ്റ് ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ സീറ്റ് ഇല്ല, ഇതൊന്നും പ്രശ്നമല്ല. ഓപ്ഷൻ കൺഫർമേഷൻ ഉള്ള ഈ പ്രൊസീജിയർ ചെയ്യാത്ത ഒരു കുട്ടിയും പങ്കെടുപ്പിക്കില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒന്നാമത്തെ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടി, നിങ്ങൾ ഇതിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്നില്ലെങ്കിൽ ആദ്യ റൗണ്ടിലെ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും, അത് പോവില്ല. പുതിയ സീറ്റ് കിട്ടില്ല എന്ന് മാത്രം. കഴിഞ്ഞ റൗണ്ടിൽ സീറ്റ് കിട്ടാത്ത കുട്ടിക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തില്ലെങ്കിൽ പരിഗണിക്കുകയില്ല. അപ്പൊ അതാലോചിക്കാം, സീറ്റ് കിട്ടിയവരായിക്കോട്ടെ കിട്ടാത്തവരായിക്കോട്ടെ, നിങ്ങൾ ഈ റൗണ്ടിൽ കൺഫർമേഷൻ ചെയ്തില്ലെങ്കിൽ എന്താണോ നിലവിലെ സ്ഥിതി അത് അങ്ങനെ തുടരും. കയ്യിൽ സീറ്റ് ഉണ്ടോ ആ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും. കയ്യിൽ സീറ്റ് ഇല്ലേ അത് പുതിയ സീറ്റ് കിട്ടുകയില്ല. ഓക്കെ, ഇനി അതേപോലെ ഈ റൗണ്ടിൽ നിങ്ങൾ ഇനി ഇങ്ങോട്ട് റിസൈൻ ചെയ്താലുള്ള പ്രശ്നം, നിങ്ങൾക്ക് ഒരു രണ്ടാമത്തെ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടി, നിങ്ങൾ റിസൈൻ ചെയ്താൽ നിങ്ങൾ ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. ആൻഡ് വിൽ ബി ഔട്ട് ഫ്രം ദ ഫർദർ റൗണ്ട്. നിങ്ങൾ ഫർദർ റൗണ്ടിൽ നിന്ന് എക്സിറ്റ് ആവുകയും ചെയ്യും. അടുത്ത റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കില്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഞാൻ ഇതിന്റെ ഷെഡ്യൂൾ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓപ്ഷൻ കൺഫർമേഷന്റെ ഷെഡ്യൂള് സെപ്റ്റംബർ 26 തുടങ്ങി ഒക്ടോബർ 5 11:59 വരെയാണ് രാത്രി നിങ്ങൾക്ക് അതിന് സമയം ഉണ്ടാവുക. സെപ്റ്റംബർ 26 തുടങ്ങി ഒക്ടോബർ 5 രാത്രി 11:59 വരെ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫേം ചെയ്യാനുള്ള സമയമുണ്ട്. പ്രൊവിഷണൽ ലിസ്റ്റ് ഒക്ടോബർ 6 വരും. ഫൈനൽ ലിസ്റ്റ് ഒക്ടോബർ 7 വരും. ജോയിനിങ് ഒക്ടോബർ 8 തുടങ്ങി ഒക്ടോബർ 10 വരെയുള്ള സമയത്താണ്. ഓക്കെ, ഇതാണ് കീമിന്റെ 2025 ആയുഷ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ റൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പുതിയൊരു അപ്ഡേറ്റ്. അപ്പൊ അതിന്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവരുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.